ഹലോ ഗൈസ്, ഇപ്പോൾ ഞാൻ വയനാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഗസ്റ്റ് ആയിട്ടൊരു ഇൻവിറ്റേഷൻ വന്നു. അപ്പം എന്താണെന്ന് കാണാം. സുൽത്താൻബത്തേരെത്തി. വയനാട് എത്തി മക്കളെ. കുറച്ച് ടിക്ടോക്കൊക്കെ ചവച്ചിരിക്കുകയാണ്. കാടും മഞ്ഞും ഇറങ്ങി. നമ്മുടെ കൊച്ചിൻ ട്രാവൽസ് പോവാണ്. ഐ ലവ് വയനാട്. വന്നപ്പോൾ തന്നെ കണ്ടതാണ്. എൻ്റെ ഫ്രണ്ട്സ് വരും, അപ്പം അവരെ വെയിറ്റ് ചെയ്തിരുന്നു. They were good with us. Thank you so much, my dear Cochin bus. വീണ്ടും കാണാം. മക്കളെ എത്തി. ഐ ലവ് വയനാട്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരാള് എൻ്റെ ഫ്രണ്ടാണ്, വലിയൊരു മോഡലാണ്. ഞങ്ങൾ 3 ഗസ്റ്റാണ് ഇതിലുള്ളത്. ഇതിൽ 2 പേര് വന്നു, ഒരാൾ വരാനുണ്ട്. അപ്പം ഞാൻ എൻ്റെ റൂമിലോട്ട് പോട്ടെ. അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് കാണിക്കാം. ഞാൻ ഇച്ചിരി ടയർഡാണ്, പല്ലൊന്നും തേച്ചിട്ടില്ല. അപ്പോൾ റൂമിൽ പോയിട്ട് വേണം ഒന്ന് ഫ്രഷ് ആവാൻ. റൂമിൽ ഒരാളും കൂടെ ഉണ്ട്. അതാരാണെന്ന് സർപ്രൈസ് ആവാൻ കേട്ടോ കാണിക്കാം. എടാ തുറക്കൂട്ടാ. അൽ മോഡൽ. ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞങ്ങളുടെ റൂമാണിത്. അപ്പം ഞങ്ങൾ ഈ റൂം ഒരുമിച്ചാണ് ഇന്ന് നിൽക്കുന്നത്. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലോന്ന് ഓർത്തു. അപ്പം 10 മണി വരെയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. അതിനിടയ്ക്ക് ഓടിച്ചാടി അവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ തട്ടാം. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇവിടെ എല്ലാ ചുമരുകളിലും, എസ്പെഷ്യലി റെസ്റ്റോറൻറ്റ് സൈഡിൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ ആർട്ടിസ്റ്റുകളും അതേപോലെ ഡയറക്ടേഴ്സും എല്ലാവരും വന്നിട്ട് ഫുഡിൻ്റെ റിവ്യൂ കൊടുത്താണ്. അപ്പോൾ അവർ ഫോട്ടോ പ്ലസ് പിന്നെ അവരുടെ സിഗ്നേച്ചർ റിവ്യൂ എല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് എന്താണെന്ന് നോക്കിയാലോ. എനിക്ക് എടുത്ത് പറയാനുള്ളതാണ്, ഞാനിങ്ങനെ ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പം ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാനിത് കംപ്ലീറ്റ് കഴിക്കുമെന്ന്. ഞാൻ അത്യാവശ്യം ഷെയർ ചെയ്യും. ഇതിൽ കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. ബാക്കി വെച്ചിരിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും. അപ്പം ഞാനും ജയലക്ഷ്മിയും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ഭക്ഷണമൊക്കെ വെട്ടി വിഴുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനും. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഭക്ഷണം എന്ന്. കുറേ ഭക്ഷണം ഉണ്ടായിരുന്നു, നല്ല നല്ല ഫുഡായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട കുറേ സാധനങ്ങളുണ്ടായിരുന്നു. വാട്ടർ മെലൺ ജ്യൂസ് അതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ജയലക്ഷ്മിയുടെ ഫേവറേറ്റ് എന്താ? ചിക്കൻ കറി. എല്ലാവർക്കും പല പല ഫേവറേറ്റ് ആണ്. ഇപ്പം നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തൊക്കെയാ, ഇടിയപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നൂൽപുട്ട് എന്ന് പറയും. പിന്നെ വെള്ളപ്പം ഉണ്ടായിരുന്നു. ഇവിടെ അപ്പം എന്ന് പറയും. പിന്നെ പുട്ടുണ്ടായിരുന്നു. പുട്ടാണ് എല്ലാവരുടെയും മെയിൻ ഫേവറേറ്റ്. എൻ്റെയും പുട്ടാണ് ഇഷ്ടം. കറി നല്ലതാണെങ്കിൽ പുട്ടാണ് ബെസ്റ്റ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഈ ഒരു കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇഷ്ടമായ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആഡ് ചെയ്തെന്നേ ഉള്ളൂ. ഫാബ്രിക് ലിനൻ കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു ബൊട്ടീക്ക് ഉണ്ട്, അവരുടെ കോസ്റ്റ്യൂമാണ്. അപ്പം എനിക്ക് അവർ യൂസ് ചെയ്യാൻ തന്നു. എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. ഭയങ്കര മൈ ഫേവറേറ്റ് എന്ന് പറയാനില്ല, എന്നാലും ഇട്ടപ്പോൾ എന്തൊക്കെയോ ഒരു ഭംഗി ഉണ്ടായിരുന്നു. ഇതിന് ഇതുപോലൊരു ഓവർ കോട്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം.
നമ്മുടെ ഹെയർ പാർട്ട്ണർ മൈബി വയനാടാണ്. അപ്പോൾ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ ഹെയർ സ്റ്റൈലും കൂടെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഐ എം സോ ഹാപ്പി ആൻഡ് സോ എക്സൈറ്റഡ്. എൻ്റെ ഫേസ് എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബിക്കോസ് സറൗണ്ടഡ് ബൈ മൈ ഫേവറേറ്റ് പീപ്പിൾ ആൻഡ് വൺ ഓഫ് ദ മെയിൻ സലൂൺ ഇൻ വയനാട്. ഞാൻ ആദ്യമായിട്ടോ അച്ചപ്പവും കായ വറുത്തതും മിക്സ്ചറും ഒക്കെ വെച്ചിട്ടുള്ള സലൂൺ കാണുന്നത്. നമുക്ക് ബോറടിക്കുമ്പോൾ എടുത്ത് കഴിക്കാം. മോഡലാണ് പോലും മോഡൽ കഴിക്കുന്ന കണ്ട. ഈ ഹെയർ ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി ഡൗൺ ആവുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരോടൊരു എൻ്റെ ഒരു കുഞ്ഞാഗ്രഹം പറഞ്ഞായിരുന്നു. ബിഫോർ ആൻഡ് ആഫ്റ്റർ എൻ്റെ നോർമൽ ഹെയർ പ്ലസ് നിങ്ങളുടെ ഈ ഒരു ഹെയർ സ്റ്റൈലിന് ശേഷമുള്ള ആ ഒരു ലുക്ക് രണ്ടും സെപ്പറേറ്റ് വീഡിയോ എടുക്കാൻ പറഞ്ഞായിരുന്നു. അവർ ബിസി ആയപ്പോൾ അവർ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് മൂഡ് ഓഫ് ആയി. എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് ചെറിയ കാര്യങ്ങളിൽ മൂഡ് ഓഫ് ആവുമെന്ന് മനസ്സിലായി. ഹെയർ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയണ്ടേ? എന്താണെന്ന് കാണാം. ബാ. నజరానా పట్టుకోవా నయగారం వెతకవా నన్ను నీవే హత్తుకోరా ఒక మాటు కలవవా మతు ఎక్కి తిరగవా బరువాలే పట్టువిరా పోయే టైం వస్తే ఎడ్చి అరవద్దే పూజ ఆటల్లో ఎన్నో ഇപ്പം നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ബിൽട്ടൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. അപ്പം എൻ്റെ കൂടെ ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് അൽ മോഡൽ റക്കീബാണ്. ഞങ്ങൾ രണ്ടുപേരാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമ്മുടെ ജയലക്ഷ്മി ജഡ്ജ് നേരത്തെ പോയി. ഞങ്ങൾ 2 ഗസ്റ്റാണ് ഇവിടെ ബാക്കിയുള്ളത്. ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്താ? ചപ്പാത്തിയും ചെമ്മീൻ കറിയും. ഇവൻ വൈറ്റ് റൈസിൻ്റെ ആളാണ്. വൈറ്റ് റൈസ് ചെമ്മീൻ പ്രോൺസ് തവ മസാല കഴിച്ചിട്ട് ഇവിടുത്തെ എന്താ അവസ്ഥ എന്ന് പറയാം. നമ്മുടെ ചെമ്മീൻ തവ ഫ്രൈ. ചെമ്മീൻ ഉണ്ടോ നോക്കി, തുള്ളിയോ നോക്കി, ചെമ്മീൻ അകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ ചപ്പാത്തി, പിന്നെ റക്കീബിന്റെ സ്പെഷ്യൽ വൈറ്റ് റൈസ്, പിന്നെ ഗ്രേപ്പ് ജ്യൂസ്. ഇത്രയും സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഐ എം സോ ഹാപ്പി. കാരണം റക്കീബ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇൻ ഫ്രണ്ട്സ്. ബിക്കോസ് അവൻ എല്ലാ കാര്യത്തിലും നല്ല കട്ട സപ്പോർട്ടുള്ള ഒരാളാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും അതല്ല എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും അവൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞങ്ങളുടെ ഈ ഫുഡ് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് നമ്മുടെ ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ്. എനിക്ക് തോന്നുന്നു വയനാട്ടിൽ ഇങ്ങനൊരു പെജൻറ്റ് ഷോ നടത്തുന്നവർ ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിലൊരു ഗസ്റ്റായിട്ട് മാറാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ ഈ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ജ്യൂസിനെ പറ്റി ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളി. പിന്നെ അവൻ വൈറ്റ് റൈസ് മേടിച്ചപ്പോൾ അത് പ്രോൺസിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും സൂപ്പർ. ഇതാണ് ശ്വേത, നെക്സ്റ്റ് മോഡൽ ആൻഡ് ഗസ്റ്റ്. അപ്പം ഞങ്ങൾ 3 പേരാണ് ഇന്നത്തെ ഗസ്റ്റ് ഇവിടെ.
ഈ ലോകത്ത് താങ്കൾ യു ആർ ആൻ ഇന്റർവ്യൂ. How are you feeling? So proud. So my question to you is, how do you think social media affects self-image? Hello, Hi. how do you feel right now? Excited. Cool. And your question is പ്യുവർ ആയ, അതായത് വ്യക്തമായ അല്ലെങ്കിൽ വളരെ നന്മയുള്ള സൗന്ദര്യം എന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മനസ്സിനെയാണ്. നമ്മൾ പുറത്ത് കാണുന്നതല്ല അകത്തുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പക്ഷേ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. ചിലവർക്ക് ചീത്ത മനസ്സായിരിക്കും. Your role model and why? My favorite role model is Harna Sandhu because she proved me that a normal village girl can be mom on this world. Her beauty, her attitude and her motivation determined me very much. So that's why I told her. Thank you. Hi, What do you feel? proud and happy. Very good. And your question is, which personal quality of yours do you value most in your life? Can you please repeat this question in my Sure. താങ്കളുടെ എന്ത് വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ എന്ത് കാരണവശാലും എൻ്റെ ഈ വ്യക്തിത്വത്തിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ലൈക്ക് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണെങ്കിലും ഈ വ്യക്തിത്വത്തെ വിട്ടുകൊടുത്ത് എനിക്ക് അത് നേടിയെടുക്കണ്ട എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു സെൽഫ് ക്വാളിറ്റി എന്താണ്? മത്സരാർത്ഥി ഈ കോമ്പറ്റീഷൻ വിൻ ചെയ്താൽ ലൈക്ക് ഈ പറഞ്ഞ ഒരു ലൈക്ക് ക്വാളിറ്റി വെച്ചിട്ട് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുമോ, അതോ എന്തായിരിക്കും, ലൈക്ക് എങ്ങനെയായിരിക്കും അടുത്ത ടേൺ ഓവർ ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ ഞാൻ കറക്റ്റ് ചെയ്യാനും ശ്രമിക്കും. എന്നിട്ട് അടുത്തതിലേക്ക് ഞാൻ എൻ്റെ ബെസ്റ്റ് പെർഫോം ചെയ്യും. വെരി ഗുഡ്, താങ്ക് യു. Thank you for the question, ma'am. The thing that motivates me is, of course, myself. Because if I'm standing here today, I've faced a lot of circumstances and so many struggles through my backstory. And if I'm standing here today, Hello, Hi. what do you feel? I'm feeling so nervous right now. Why for what? സ്വന്തം പാരൻസിനോടും അവരുടെ കൂടെയുള്ള ആൾക്കാരോടും തുറന്നു പറയുക, അല്ലാതെ മനസ്സിൽ വെച്ച് അത് നിന്നാൽ അതൊരിക്കലും അത് ശരിയാവില്ല. വേണ്ടപ്പെട്ടവരെ അറിയിച്ച് അതിനുള്ള പരിഹാരം അവർ തന്നെ നമുക്ക് കണ്ടുപിടിക്കും. ഇത് മറച്ചു വെച്ചാൽ ഒരിക്കലും ഇനി ഒരു നാളും അത് നമുക്ക് തിരിച്ചെടുക്കില്ല. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്, താങ്ക് യു. Let me treat others, and that would be the feeling that motivates others. What do you feel right now? I'm so happy right now. Cool. And your question ever got, and how did you execute it? Can I say in Malayalam? Sure. കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. Okay, thank you. How will you correct it? Okay, thank you for the question. Yeah. Firstly, I have done few mistakes. Not everything, but few mistakes. I have also disobeyed my parents, teachers, and all. And also some major situations which are important to me a lot. Because of my self-confidence, I have disobeyed them. But actually they was correct. But I still believe in myself and work for it. Also, at some stages I have lost most of the time. ഈ വേൾഡിനെ ചേഞ്ച് ചെയ്യാൻ എങ്ങനെ സാധിക്കും? ഫസ്റ്റ് ഞാൻ ലഹരി യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഈ റോഡുകളൊക്കെ ഫുൾ കേരളം വിട് ഔട്ട്സൈഡ്, ലൈക്ക് ഓൾ ഓവർ ദി വേൾഡ്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. അപ്പോൾ അത് പിന്നെ ആൽക്കഹോൾ, അത് രണ്ടെണ്ണം സ്റ്റോപ്പ് ചെയ്യുക. ദ വേൾഡ് വിൽ ബി നൈസ്. അബ്യൂസ്, പിന്നെ മെന്റൽ അബ്യൂസ് പറയും. ചൈൽഡ് അബ്യൂസ് ഇപ്പം കുറേ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്.
accidents. So I think it should stop. Thank you. താൻ ചെയ്തതിൽ ഏറ്റവും പ്രൗഡസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്താണ്, ഏതാണ്? ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഈ പ്രസന്റ് മൊമെന്റ് വിട്ടേക്ക്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പക്ഷേ ലൈക്ക് ഇതിന് മുന്നേ ഈ കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാനിത് സെൽഫായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്ക് ഈ ഒരു അച്ചീവ്മെന്റ് എൻ്റെതാണ്, ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടോ ഉണ്ടായതാണ്. അങ്ങനെ പറയാനൊരു മൊമെന്റ് ഉണ്ടോ? അങ്ങനെ വിശേഷിപ്പിക്കുന്ന ഒരു മൊമെന്റ് ഏതാണ്? ഡെഫിനറ്റ്ലി നിനക്ക് കാണും അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവും. കഴിഞ്ഞ ഷോയ്ക്ക് ഇറങ്ങിയപ്പോൾ ഫാഷൻ ഷോ വിട്ടേക്ക്, ലൈക്ക് അല്ലാതെ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. Hi, good evening. Hi, ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണ്? മനസ്സിലായില്ലേ? അങ്ങനെയല്ല, ലൈക്ക് യുവർ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ യുവർ ആറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ. നിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി, ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ലൈക്ക് എനിക്കൊരു ധൈര്യമാണ്. ഒരു ധൈര്യം എന്താണ്, അതേ ധൈര്യക്കുറവ് എന്താണ്? ആചാരം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ ലൈക്ക് കുഴപ്പമില്ല, ഞാൻ എങ്ങനെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒളിപ്പിച്ചൊക്കെ കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു സംഭവം എന്താണ്? ആറ്റിറ്റ്യൂഡോ? നിന്റെ ആറ്റിറ്റ്യൂഡാണോ നിന്റെ വീക്ക്നെസ്? ഞങ്ങൾ നോക്കിയിട്ട് നിനക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നല്ല ആറ്റിറ്റ്യൂഡാണ്, അതെ. ഒരു വീക്ക്നെസ് ഇല്ല. ഞാൻ ആദ്യമായിട്ട് ഒരു വീക്ക്നെസ് ഇല്ലാത്ത മനുഷ്യനെ കാണുന്നത്. Okay, and your question is, you have got a superpower. എന്തായിരിക്കണം, അത് എങ്ങനെ യൂസ് ചെയ്യും? നീ ആൾക്കാരെ എങ്ങനെ കൺട്രോൾ ചെയ്യും? എന്ത് കാര്യത്തിലാണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്? ഓക്കെ മൈക്കായിട്ടില്ല. അത് അങ്ങനെ സ്വാപ്പ് ചെയ്ത ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഓരോരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ് നീ പറയുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്.